ഹലോ, കഴിഞ്ഞ ദിവസം നമ്മൾ ജാസ്മിൻ ബഡ്സ് മേക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞിട്ട് കമൻറ്റുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു മെത്തേഡ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ബഡാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. പിന്നെ കുറച്ച് മെറ്റീരിയലും കൂടി നമ്മൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ്സോട് കൂടി നമ്മൾ ബഡ്സ് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ ഫ്ലവറാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്രീ ക്ലാസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് അതിൽ രണ്ട് വ്യത്യസ്ത രീതിയിൽ നമ്മൾ ബഡ്സ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഒന്ന് കയറി കണ്ടോളൂ. ഇത് നമ്മുടെ ഒറിജിനൽ ജാസ്മിൻ ഫ്ലവർ ആണ് കേട്ടോ. ഇത് നമ്മുടെ റിയൽ ബഡാണ്. ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതാണ്. ഇന്ന് ചെയ്ത ബഡിനേക്കാളും കഴിഞ്ഞ ദിവസം ചെയ്ത ബഡാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടി റിയൽ ലുക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയാം. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ മെറ്റീരിയലൊക്കെ പരിചയപ്പെടുത്തിയിരുന്നത് ഇത് ഫോമറിൻ ഷീറ്റാണ്. ഇതിൻ്റെ ഒലീവ് ഗ്രീൻ ആണ് നമ്മൾ തണ്ടിന് വേണ്ടി എടുത്തിരുന്നത്. ഇന്ന് അതിന് പകരം നമ്മൾ ഓയിൽ പേസ്റ്റൽ കളേഴ്സ് ആണ് എടുക്കുന്നത്. ഇത് ലെമൺ ഗ്രീൻ ആണ് കേട്ടോ ഈ ഒരു കളർ വരുന്നത്. ഇതിന് ഓരോ നമ്പർ ഉണ്ട്. ഈ ഒരു കളറിൻ്റെ നമ്പർ പറയുന്നത് 304 ആണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു ഷോർട്സ് ഞാൻ ചെയ്യാം. നമ്മൾ ആദ്യം നമുക്കിത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതാ ഇതാണ് ഇതിൻ്റെ ആ ഒരു ഷെയ്ഡ് വരുന്നത് കണ്ടോ. ജസ്റ്റ് നമ്മൾ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ അതുമ്പോൾ തണ്ടിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഓയിൽ പേസ്റ്റൽ കളർ. അല്ലെങ്കിൽ നമുക്ക് ഫോമറിൻ ഷീറ്റിൻ്റെ തന്നെ ഗ്രീൻ എടുക്കാം കേട്ടോ ഇതിന് പകരം. ഇനി നമ്മൾ എടുക്കുന്നത് ഈ ഒരു ടേപ്പാണ്. ജസ്റ്റ് ഇതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. പിന്നെ ഗ്രീൻ ടേപ്പ് ഹെയർ ആക്സസറീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേപ്പാണ് ഈ ഒരു ഗ്രീൻ ടേപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ബഡ്സിന് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഫോമറിൻ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ചാണ് കേട്ടോ. 1.5 വിഡ്ത്തിലും അതുപോലെ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 6 ഇഞ്ച് ലെങ്ത്തിലുമാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു വിഡ്ത്തിൽ തന്നെ എടുത്തോളൂ കേട്ടോ നിങ്ങൾ, എങ്കിലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. ലെങ്ത്തും അതുപോലെ തന്നെ 6 ഇഞ്ച് എടുക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു തണ്ടിനും കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഇതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് വരയ്ക്കുക. നിങ്ങൾ പെൻസിലൊന്നും വെച്ച് വരയ്ക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇതുപോലത്തെ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് മാത്രമേ വരയ്ക്കാവൂ. പിന്നെ ഒരുപാട് പ്രസ് ചെയ്ത് വരയ്ക്കരുത്, കീറിപ്പോട്ടോ, പെട്ടെന്ന് കീറും. ഒരുപാട് പ്രസ് ചെയ്ത് ലൈറ്റായിട്ട് നമുക്ക് ആ ഒരു ഷെയ്ഡ് അവിടെ കിട്ടിയാൽ മതി. നമുക്കിതുപോലെ എന്നിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ആ ഒരു ഇതിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡ് നമ്മൾ സോളാ വുഡ് വെച്ചിട്ട് ജാസ്മിൻ ബഡ്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പെർഫെക്ഷൻ കിട്ടുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത ജാസ്മിൻ ബഡ്സിന് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു മെറ്റീരിയൽ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ തെർമോക്കോൾ ബോൾസ് ആണ് കേട്ടോ. അതിൽ വലിയ സൈസ് വേണം ഈ ഒരു രീതിയിൽ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഇതിനെ ഇതുപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡാക്കി പിടിക്കാം. അതിൻ്റെ സെൻറ്റർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കാം. ഇതുപോലെ തിരിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു തെർമോക്കോൾ ബോൾ എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മുകളിൽ നമ്മൾ ആ വളഞ്ഞിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിനെ ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കാം. അതുപോലെ ഒന്ന് രണ്ടോ തിരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ത്രെഡ് വെച്ച് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നോർമൽ ത്രെഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ കെട്ടുന്നത്. ഇതുപോലെ പിരിച്ച് പിടിക്കുക. വൈറ്റോ അല്ലെങ്കിൽ ക്രീമോ കളർ എടുക്കുക. അതിന് അതുപോലെ രണ്ടോ ചുറ്റി കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു രീതിയിൽ കെട്ടി കൊടുക്കുക കേട്ടോ. 2 കെട്ട് കൊടുക്കുക. ഒരുപാട് വലിച്ച് ടൈറ്റ് ആക്കരുത്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഷീറ്റ് കീറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് വലിച്ച് ടൈറ്റ് ആക്കരുത്. ജസ്റ്റ് നമ്മളിനി ആ ത്രെഡിനൊന്ന് കട്ട് ചെയ്ത് കളയുക. ത്രെഡ് നല്ല രീതിയിൽ ലെങ്ത്തിൽ കട്ട് ചെയ്യണം. ത്രെഡൊന്നും കാണാത്ത രീതിയിൽ അതുപോലെ കട്ട് ചെയ്ത് കളയുക. ഇനി ഇതിൻ്റെ തണ്ടിൻ്റെ ഭാഗത്ത് വരുമ്പോൾ 2 ഷീറ്റ് ഉണ്ടാവും. അതിൽ ഒരു ഷീറ്റ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അത് ഇതുപോലെ ആ ഒരു ഷീറ്റിനെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു അറ്റത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷീറ്റിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇതുപോലെ നമുക്ക് 2-3 ചെയ്തെടുക്കാം. ഇനി അതിനെ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡിനേക്കാളും നിങ്ങൾക്ക് നല്ലതും പെർഫെക്ഷനും ചെയ്യാൻ എളുപ്പവും നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത ബഡ്സാണ്. അതിൽ 2 ബഡ്സ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി പെർഫെക്ഷൻ തോന്നുക. അതിൽ നമ്മുടെ റിയൽ ജാസ്മിൻ്റെ അതേ ലുക്കിൽ തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് ചെയ്താൽ മതി. നമ്മളിത് ക്ലാസ് ആയതുകൊണ്ട് എല്ലാ മെത്തേഡും നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. ഫ്രീ ക്ലാസ് ആണെങ്കിലും നമ്മൾ എല്ലാ മെത്തേഡ്സും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതും കൂടി പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബഡ്സ് ഇതുപോലെ ചെയ്യുന്നുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പെട്ടെന്ന് കീറും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്ന സമയത്തും ഇതുപോലെ കെട്ടിടുന്ന സമയത്തൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട്. കാരണം ഇത് വല്ലാതെ വലിച്ചു മുറുക്കി കഴിഞ്ഞാൽ അവിടെ കീറും. അപ്പോൾ അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക.
ഇത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, വാഷബിളാണ്, ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നല്ല ട്രെൻഡിൽ പോകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ജാസ്മിൻ ബഡ്സ്. അപ്പോൾ നിങ്ങൾക്കിത് സെയിലായിട്ടുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ഫ്രീ ക്ലാസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അതിൽ നമ്മൾ ഇടയിൽ പറയുന്ന കാര്യങ്ങളൊന്നും മിസ്സാവണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു തണ്ടിനെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിന് ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു മെറ്റീരിയലിലേക്ക് ഗ്ലൂ ഗണ്ണാണ് നല്ലത്, പെട്ടെന്ന് ഒട്ടാനായാലും. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സെൻറ്ററിലേക്ക് നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. ജസ്റ്റ് അതിൽ ഫുൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ജസ്റ്റ് നമ്മളിതുപോലെ തിരിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിനൊന്ന് സെൻറ്ററിലേക്ക് ഒട്ടിച്ചിട്ട് അതിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതും ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒട്ടിക്കുന്ന രീതി. അതാണ് ഈ ഒരു ഫസ്റ്റ് രീതിയിൽ ഞാൻ ഒട്ടിക്കുന്നത്. ഒരു സൈഡ് നമ്മളിതുപോലെ സെൻറ്ററിലേക്ക് ഒട്ടിച്ചെടുത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. വേറെ രീതിയിൽ ഞാൻ അടുത്ത ബഡ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ പരന്നിരിക്കും. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക, എന്നാൽ ആ ഒരു പരപ്പ് വരും. അത് ശ്രദ്ധിക്കണം നമ്മൾ ചെയ്യുന്ന സമയത്ത്. അടുത്ത മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം റൗണ്ടിൽ കിട്ടും കേട്ടോ. നമ്മുടെ റിയൽ ബഡിൻ്റെ തഡ് പോലെ തന്നെ കിട്ടും. ഈ ഒരു രീതിയിൽ നമ്മളിതിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ആ ഒരു പെർഫെക്ഷൻ തണ്ടിന് വരണം കേട്ടോ. ഈ ഒരു ഗ്ലൂ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒട്ടിപ്പോകുന്ന ഒരു ഗ്ലൂ ആണ്. അപ്പോൾ അതുകൊണ്ട് വേഗം നമ്മൾ ചുറ്റി കൊടുക്കണം. നമ്മൾ അടുത്തതിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഫുള്ളായിട്ട് ആ സെൻറ്ററിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തി കൊടുക്കുക. അതുപോലെ ഗ്ലൂ ഗൺ ഒരുപാട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് ബൾജ് ചെയ്ത് വരും. പിന്നെ നിങ്ങളത് ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ല ചൂടുണ്ടാവും കേട്ടോ. കയ്യുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോഴൊക്കെ നല്ല ചൂടുണ്ടാവും. ഞാൻ എന്താ പറഞ്ഞത്, ജസ്റ്റ് ഇത് അതുപോലെ വെച്ചിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. നമ്മൾ അടുത്ത മെത്തേഡിൽ കറക്റ്റ് നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രീൻ ടൈപ്പ് ഒക്കെ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ പുറത്തേക്ക് കാണില്ല. അല്ലെങ്കിലാണ് ആ ഒരു കറക്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടിയില്ലെങ്കിൽ പുറത്തേക്ക് കാണുക. അപ്പോൾ ഇതേ നമ്മളിതിൽ പരത്തി ഒട്ടിച്ചിട്ട് രണ്ടറ്റവും നമ്മളിതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ആ ഒരു റൗണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് മൂന്നാമത്തെ ചെയ്ത മെത്തേഡിൽ. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും തണ്ട് ശരിയാക്കി എടുക്കാം. ഇനി നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക് കിട്ടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇനി നമ്മളിതാ ഗ്ലൂ കുറച്ച് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഗ്രീൻ ടേപ്പ് ഒട്ടിക്കാവൂ. നമ്മൾ നമ്മുടെ സോളാവുഡ് വെച്ച് ചെയ്യുന്ന ജാസ്മിൻ ബഡ്സിന് നമുക്ക് ജസ്റ്റ് ഇതുപോലെ പിരിച്ചു കൊടുത്താൽ അത് പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പക്ഷേ ഇതിനത് പറ്റില്ല. ഇത് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഈ ഒരു ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഗ്ലൂ അതിൻ്റെ തണ്ടുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും. ജസ്റ്റ് ബാലൻസ് കട്ട് ചെയ്യുക. അതിൻ്റെ അറ്റമൊക്കെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കാം. അറ്റത്തും നമ്മളിതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യും. ഈ ഒരു ഗ്രീൻ ടൈപ്പ് നല്ല ഡാർക്ക് കളറാണ്, അതുകൊണ്ട് ഇതിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് ശരിക്കും നമ്മൾ ആ സോളാവുഡിൽ ചെയ്യുന്ന നമ്മുടെ ആ ഒരു ജാസ്മിൻ ബഡ്സിൻ്റെ ലുക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഫോമറിൻ ഷീറ്റിൻ്റെ ആ ഒരു ബഡ്സിൻ്റെ ലുക്കല്ല വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ ടേപ്പ് നമുക്ക് ഒട്ടിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെറിയൊരു പീസ് ടേപ്പ് എടുക്കുക. ഇത് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ മുറിവൊക്കെ വെച്ചിട്ട് നമ്മുടെ കോട്ടനൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്ന ആ ഒരു ടേപ്പാണ് ഇത്. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നമ്മുടെ ടിഷ്യൂ വെച്ചിട്ട് നമ്മളൊരു റീയൂസബിൾ ജാസ്മിൻ ഫ്ലവർ ചെയ്യുമല്ലോ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേപ്പാണ്. അത് ഇതുപോലെ അതിൻ്റെ ചുറ്റും അതിനൊരു പശയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒട്ടിച്ചിട്ട് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചുരുട്ടിയെടുക്കുക. അതുപോലെ ചുരുട്ടി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ തണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റിയിട്ട് നിങ്ങൾക്ക് ഗ്രീൻ ടേപ്പ് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ ആ ഒരു അറ്റത്ത് നമ്മൾ തണ്ടില്ലാത്ത ഭാഗത്ത് വന്നിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പേസ്റ്റൽ കളർ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ആ പേസ്റ്റൽ കളർ ജസ്റ്റ് കയ്യുമ്പോൾ ഒന്ന് ആക്കുക, കുറച്ചാക്കുക. അത് ജസ്റ്റ് നമ്മൾ അതുമ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. ഇത് നല്ല ലൈറ്റ് കളറാണ്. ഇത് കറക്റ്റ് നമ്മുടെ മുല്ലപ്പൂവിൻ്റെയൊക്കെ തണ്ടിൻ്റെ കളറായിട്ട് വരും. ഇത് ലൈറ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റിയൽ ലുക്കിൽ തന്നെ വരും കേട്ടോ. നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുന്ന സമയത്തായാലും ഇങ്ങനെ ചെയ്താൽ. പക്ഷെ നമുക്ക് ഒരുപാട് ഓർഡറൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് ചെയ്യൽ അത്ര പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ ഫോമറിൻ ഷീറ്റൊക്കെ വാങ്ങിച്ച് തണ്ട് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇതാണ് ആ ഒരു കറക്റ്റ് തണ്ടിൻ്റെ കളർ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. നേരത്തെ നമ്മൾ ചെയ്ത ഗ്രീൻ ടേപ്പ് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ അടുത്തതിൽ ജസ്റ്റ് വെറുതെ നമ്മൾ ആ ഒരു നമ്മുടെ ഷീറ്റുമ്മേ ജസ്റ്റ് ഈ ഒരു കളർ തണ്ടുമ്മേ കളർ അടിച്ചു കൊടുക്കുക. ഈ രീതിയിലും ചെയ്തു കൊടുക്കാം. കാരണം നമ്മളത് കെട്ടിയിട്ടിട്ടുണ്ട്, ഒക്കെ നല്ല ഉറപ്പിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഒരു കളർ ഒട്ടിച്ചു കൊടുക്കുക, ജസ്റ്റ് കളറൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആയാലും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് 3 മെത്തേഡിൽ നമ്മുടെ ബഡ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റിയൽ ഫ്ലവറൊക്കെ ഒന്ന് വെച്ച് നോക്കാം.
ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്ത ബഡ്, ഇത് ഇന്ന് ചെയ്തത്, ഇത് റിയൽ ഫ്ലവർ. ഇതിലേതാണ് റിയലായിട്ട് നിങ്ങൾക്ക് സാമ്യം കൂടുതൽ തോന്നുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ.